ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം. എങ്ങനെ നമുക്കൊരു ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് അഥവാ ഫിറ്റഡ് ബെഡ്ഷീറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ചെയ്ത് കാണിക്കുകയാണ്. ഈ സെൻറ്ററിൽ വരച്ചിട്ടുള്ളത് ബെഡാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുറമേ വരച്ചിട്ടുള്ളത് ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് ബെഡിനെ ഫുള്ളായി കവർ ചെയ്ത് കിടക്കുന്ന രൂപത്തിലുള്ള ബെഡ്ഷീറ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെയാകും. എന്നാലും ഡബിൾ ബെഡിന് ഡബിൾ ബെഡ്ഷീറ്റും സിംഗിൾ ബെഡിന് സിംഗിൾ ബെഡ്ഷീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിനി ബെഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബെഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 58 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബെഡിൻ്റെ വീതി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം. 60 ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അവിടെ ഇനി ഒന്നുകൂടി ടാപ്പ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ അതാ 15. അപ്പോൾ 60 + 15 നമുക്ക് 75 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബെഡ്ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേപ്പറിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് 2ആയി മടക്കുക, എന്നിട്ട് ഇതുപോലെ 4ആയി മടക്കുക. നല്ല ഈസിയാണ്. നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ 4ആയി മടക്കുക. അങ്ങനെ ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ ഓപ്പണായിട്ട് 4 ഭാഗം ഓപ്പണായി കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് നേരെ ഓപ്പോസിറ്റ് ഓപ്പണായി കിടക്കുന്ന അവിടെയാണ് നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ 10 ഇഞ്ച് 2 സൈഡിലെടുത്ത് കട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മുടെ ബെഡ്ഷീറ്റുകൾ പല വലുപ്പത്തിലുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ 10 ഇഞ്ച് എല്ലാത്തിനും എടുത്താൽ നമുക്ക് ഫിറ്റഡ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മെഷർമെൻറ്റ് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ബെഡ്ഷീറ്റ് ആണെങ്കിലും നിങ്ങളുടെ ബെഡിൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 4ആയി മടക്കിയ ബെഡ്ഷീറ്റിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നമ്മൾ ബെഡിൻ്റെ വിഡ്ത്ത് 58 കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക. പകുതി നമുക്ക് കിട്ടിയിട്ടുള്ളത് 29. 58/2 29 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4ആയി മടക്കിയ ബെഡ്ഷീറ്റിൻ്റെ അവിടെ ആ ബെഡിൻ്റെ പകുതി വിഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ അവിടെയും നമ്മൾ ബെഡിൻ്റെ ലെങ്ത്താണ് കേട്ടോ, ബെഡിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫാണ് ബെഡ്ഷീറ്റ് 4ആയി മടക്കിയ ലെങ്ത്തിൻ്റെ അവിടെ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ 37.5 കിട്ടിയിട്ടുണ്ട്. 0.5 ഒന്നും ഇടണ്ട, നമുക്കത് 38 ആക്കാം. അങ്ങനെ അവിടെ ലെങ്ത്തും 38 മെഷർ ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇതിനെ രണ്ടിനും ഒന്ന് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ലെങ്ത്തും വിഡ്ത്തും മെഷർ ചെയ്താൽ മതിയാവും. മറ്റേത് നമ്മൾ ഒരേ അളവായിരിക്കണം കിട്ടണം എന്നില്ല. നിങ്ങൾ അത് ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് അളവ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നിവർത്തിയാൽ ഇതുപോലെ 4 കോർണറും ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ പിടിച്ച് നമ്മൾ ജോയിൻ ചെയ്യാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂലഭാഗങ്ങൾ ഒരുമിച്ച് പിടിച്ച് വേണം നമ്മൾ നോക്കാൻ. മറ്റേ ഭാഗം ഒപ്പാവണം എന്നില്ല, അത് മെയിൻ ചെയ്യേണ്ട. നമ്മൾ ഈ കോർണർ ഭാഗം ഒരേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിതാ ബെഡ്ഷീറ്റിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ലെങ്ത്താണ് മെഷർ ചെയ്യുന്നത്. നമുക്കിവിടെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് 75/2 38 കിട്ടിയിട്ടുണ്ട്. അതിവിടെ മെഷർ ചെയ്യുക. ഇനി നമുക്ക് വിഡ്ത്ത് നോക്കാം. വിഡ്ത്ത് 58/2 29 കിട്ടിയിട്ടുണ്ട്. അതും മെഷർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പേപ്പറിൽ ചെയ്ത പോലെ തന്നെ ബെഡ്ഷീറ്റിലും ചെയ്യുക. ഞാൻ ബെഡ്ഷീറ്റും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ രണ്ടും ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വിഡ്ത്ത് മെഷർ ചെയ്തതിൻ്റെ ലാസ്റ്റ് ബാലൻസ് എത്ര നോക്കാം. 8 ഇഞ്ചാണ് ഇവിടെ ലെങ്ത്തിൻ്റെ അവിടെ നമുക്ക് കിട്ടുന്നത്.
12 ഇഞ്ചും വ്യത്യാസമുണ്ട്. രണ്ട് സൈഡ് 10 അല്ല ഞാൻ എടുക്കുന്നത് പറഞ്ഞല്ലോ. അത് ബെഡ്ഷീറ്റിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും അതൊക്കെ. അപ്പോൾ ഇവിടെ ഇതപ്പോൾ 8ഉം 12ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മളവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഭാഗം ചീത്തവശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഇത്രയും ബാലൻസ് നമുക്കുണ്ടാവും. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. നിങ്ങൾ ഈ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 4 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടാൽ ഇതുപോലെ ഉണ്ടാകും. ഇനി നമുക്ക് അങ്ങനെ 4 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ബാലൻസ് ഉള്ളത് നിങ്ങൾ എലാസ്റ്റിക് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ബെഡിലിട്ട് കൊടുക്കുക. ഇനി എലാസ്റ്റിക് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാലൻസ് ആയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിനി എലാസ്റ്റിക് വെക്കാൻ പോകുന്നത്. വെക്കുന്നില്ലെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. പക്ഷെ ഒരു വൃത്തി വേണമെങ്കിൽ അത് കട്ട് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ 4 ഒരുമിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് വെക്കുമ്പോൾ 2 മടക്ക് ഒരുമിച്ച് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇലാസ്റ്റിക് വെക്കുമ്പോൾ. അപ്പോൾ ആദ്യം ഒന്ന് ചെറിയൊരു മടക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഒന്നും കൂടി മടക്കി അടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തല്ലോ, നമ്മൾ കൂട്ടി അടിച്ചില്ലേ, അതൊന്ന് എത്രയെന്ന് ഇവിടെ ഇതുപോലെ ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് എത്രയെന്നൊന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ അളവാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ 2 സൈഡിലും ആ അളവ് എടുത്തിട്ടാണ് നമ്മളിൻ്റെ ഉള്ളിലായിട്ടാണ് ഇനി എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. 2 സൈഡിൻ്റെ അപ്പുറം മൊത്തം 24 ആകും. അപ്പോൾ 12 2 സൈഡിലെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മെഷറൊന്നും ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് ഇല്ല കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 12 മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 4 ഇഞ്ച് വീതിയിലുള്ള അതുപോലെ ഒരു ഇലാസ്റ്റിക് എടുക്കാം. അതൊരു 160 രൂപയുടെ ഒരു പാക്കറ്റാണ്. അങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അതെടുത്തിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ 12, അവിടെ ഒന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് എലാസ്റ്റിക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്ക് എലാസ്റ്റിക് ഇനി വലിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇലാസ്റ്റിക് നന്നായി വലിച്ച് പിടിക്കണം, ലൂസാക്കി ഇടരുത്. നന്നായി വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ. അത് മറ്റേ സൈഡിൽ 12 അടയാളപ്പെടുത്തിയ വരെ ഇലാസ്റ്റിക് വെച്ച് അടിക്കുക. എന്നിട്ട് അവിടുന്ന് ഇലാസ്റ്റിക് കട്ട് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്യേണ്ടത് ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെ അടിച്ച് പോവുക. അത് ഫുള്ളായിട്ട് മറ്റേ സൈഡ് എത്തുന്ന വരെ അങ്ങനെ അടിച്ച് പോയാൽ മതി. അതല്ല ഇതുവരെ ആണെങ്കിൽ ഇലാസ്റ്റിക് അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സാധാ പോലെ മടക്കി അടിച്ചിട്ട് പിന്നെ അടുത്ത പോയിന്റ് വരുമ്പോൾ അവിടുന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും അതുപോലെ ചെയ്താൽ മതി.
അപ്പോൾ അതാ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഞാൻ ബെഡ്ഷീറ്റ് ബെഡിൽ വിരിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വിരിച്ച് ഇങ്ങനെ വൃത്തിയിൽ കിടന്നാലല്ലേ നമുക്ക് പിന്നെ വിരിക്കാൻ തോന്നുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട, വിരിച്ചാൽ പിന്നെ അവരത് നല്ല ഭംഗിയാക്കി തരും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ കുട്ടികൾ ഇനി എങ്ങനെ ചാടി കളിച്ചാലും ഇത് വൃത്തികേടാവില്ല. അപ്പോൾ നമുക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഈസിയായി ഇടാനും പറ്റുന്നതാണ്. നമ്മുടെ സാധാരണ ബെഡ്ഷീറ്റിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഇത് പുറമേ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് തന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് വെച്ചൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.